PM ശ്രീ ഫണ്ട് വാങ്ങുന്നതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം അംഗീകരിച്ചുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാഠ്യപദ്ധതിയുടെ കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ട് നേടിയെടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കുവാനുള്ള ഒരു നീക്കത്തെയും ഈ സർക്കാർ അനുവദിക്കില്ല. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഒരു രൂപ പോലും നഷ്ടപ്പെടാനും തയ്യാറല്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. PM ശ്രീ പദ്ധതി 2027 മാർച്ചിൽ അവസാനിക്കും. ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷയുടെ കുടിശ്ശികയും 2 വർഷത്തെ PM ശ്രീ ഫണ്ടും ഉൾപ്പെടെ 1476 കോടി 13 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. കേന്ദ്ര ഫണ്ട് വാങ്ങുമ്പോഴും കേരളത്തിന്റെ സ്വന്തം കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും സംസ്ഥാന സർക്കാരിൻ്റേതാണ്. കേരളത്തിന്റെ പാഠപുസ്തകങ്ങൾ തന്നെ സംസ്ഥാനത്ത് തുടർന്നും നൽകുമെന്നും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പ് PM ഉഷ പദ്ധതിയിൽ ഒപ്പിട്ടതും NEP നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. കേന്ദ്ര നയം 30% പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പാഠ്യപദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് പിന്നിൽ നിന്നുകൊടുക്കുന്നതിന് വേണ്ടി കേരളം തയ്യാറായിട്ടില്ല. കേരളത്തിൻ്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് 17 സെക്ഷൻ 4 32 പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. NEP വന്നതിന് ശേഷം 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച ഏക സംസ്ഥാനം കേരളമാണ്. ഇതേ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തന്നെയായിരിക്കും കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും തുടർന്നും പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ഈ PM ശ്രീ ഫണ്ടുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന ഊഹാപോഹങ്ങളുണ്ട്, വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെ തരത്തിൽ കേരളം വളരെ ശക്തമായി തന്നെ നിലവിൽ വിദ്യാഭ്യാസ രംഗത്തെടുക്കുന്ന കാഴ്ചപ്പാടുകളും നടപടികളുമായി അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അതേസമയം കുട്ടികൾക്ക് അവകാശപ്പെട്ട ഈ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ നയത്തിലോ പാഠപുസ്തകങ്ങളിലോ ഒന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. വിശേഷിച്ച് ഈ കാവ്യവൽക്കരണം രാജ്യത്താകെ നടക്കുമ്പോൾ, വർഗീയ ധ്രുവീകരണം നടക്കുമ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് ഇപ്പോഴെങ്ങനെയാണോ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് ആ വിധത്തിൽ അതൊന്നും PM ശ്രീയുടെ പേരിൽ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇതാണോ മന്ത്രി ഈ കാര്യങ്ങളിലൂടെ ആകെ വിശദീകരിച്ച് വ്യക്തമാക്കിയത്? വിശദാംശങ്ങൾ എന്താ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെയും തന്നെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് അത് കേന്ദ്ര നയം അപ്പാടെ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു കരാർ ഒപ്പുവെക്കുന്ന രീതി അല്ല എന്ന് തന്നെയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനടക്കം ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ കരാർ ഒപ്പിടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ കൂടിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ കേരളത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കേരള വിദ്യാഭ്യാസ നയം തന്നെയാണ് സ്വീകരിച്ചു വന്നത്. അത് തന്നെയാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഉണ്ടാവുക എന്നത് മാത്രമല്ല, ഈ സാമ്പത്തികമായി കേന്ദ്രം പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ നല്ല രീതിയിൽ തന്നെ ഞെരുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. മാത്രമല്ല ആയിരക്കണക്കിന് കോടി രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ളത്. അത് വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രപരമായ ഒരു തീരുമാനം മാത്രമാണ് ഇത് എന്നും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങൾ തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇതേ രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു
കേന്ദ്രത്തിന് കേരളത്തോട് ഉണ്ടായിരുന്നത്. NEP-യിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള കുടിശ്ശികയായി ഉള്ള തുക ഉൾപ്പെടെ സംസ്ഥാനത്തിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വേണം വികസന പ്രവർത്തനങ്ങളൊക്കെയും തന്നെ നേടിയെടുക്കാൻ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. തീർച്ചയായും മന്ത്രി ആവർത്തിച്ച് പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ്. NEP-യിൽ ഒപ്പുവെച്ചു എന്നത് മാത്രമല്ല, ഈ ദേശീയ നയം ഒരു രീതിയിലും തന്നെ കേരളത്തിൽ നടപ്പാക്കില്ല. ദേശീയ വിദ്യാഭ്യാസ നയം, അതായത് വർഗീയത ഉയർത്തിക്കാട്ടുന്ന നയങ്ങളൊന്നും തന്നെ കേരളത്തിൽ നടപ്പാക്കാൻ പോവില്ല അല്ലെങ്കിൽ നടപ്പാക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്ന ഒരു പ്രതികരണം തന്നെയായിരുന്നു. ഇത് ജനങ്ങൾക്കും അറിയാം എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ, അതായത് വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി പന്താടിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറല്ല. ഒപ്പം കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതം നേടിയെടുക്കുക, അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ഉറപ്പാക്കുക, അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് അത് നേടിയെടുക്കുക എന്ന രീതിയിലുള്ള ഒരു തീരുമാനം മാത്രമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, ഫണ്ടാണ്. 60% കേന്ദ്രത്തിൻ്റെ വിഹിതം, 40% സംസ്ഥാനത്തിൻ്റേത്. മറ്റ് പല വകുപ്പുകൾക്ക്, ഇപ്പോൾ കൃഷി വകുപ്പ് അടക്കം ഇത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ മാനദണ്ഡങ്ങളോടുകൂടി വാങ്ങിയിട്ടുണ്ട് എന്നതുപോലെയുള്ള മറ്റ് വിശദാംശങ്ങൾ കൂടി മന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. മറ്റ് വകുപ്പുകളൊക്കെയും തന്നെ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും കേന്ദ്രം പറയുന്ന അല്ലെങ്കിൽ കേന്ദ്രം അതിൽ അറിയിക്കുന്ന രീതിയിലുള്ള നയമല്ല കേരളം സ്വീകരിച്ച് വന്നത് എന്നത് ഇതിനോടകം തന്നെ മാതൃകകളാണ്. അത് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ അതുപോലെയായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിലും ചെയ്യുക. അതായത് ഇത്രയും കാലം എങ്ങനെയായിരുന്നോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതിയിലും അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളിലും പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്നത്, അത് അതേ രീതിയിൽ, അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. ഇത്തരത്തിൽ ഫണ്ട് നേടിയെടുക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, അതായത് കേരളത്തിന് ആവശ്യമായ ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കം മാത്രമാണ് ഇതെന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. ശരത്, തീർച്ചയായും മാനസ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ സ്കൂളുകൾക്ക് അവകാശപ്പെട്ട ഈ ഫണ്ട് വാങ്ങിയെടുക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളിൽ വലിയ വിയോജിപ്പുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള ശക്തമായ വിയോജിപ്പ് കേരളത്തിനുണ്ട്. അത് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ RSS പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുൻപ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ ഇവിടെ ഉൾച്ചേർത്തുകൊണ്ടുള്ള പാഠപുസ്തക പരിഷ്കരണമൊക്കെ വന്നിരുന്നു. മന്ത്രി അത് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തുകൊണ്ട് തന്നെ ഈ സ്കൂൾ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഈ ഫണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും ഇത് കാട്ടി പല നിബന്ധനകളും കേരളത്തിന് അവകാശപ്പെട്ട സർവശിക്ഷാ അഭിയാൻ ഫണ്ട് അടക്കം പിടിച്ചു വെക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ രീതിയോടുള്ള ശക്തമായ വിയോജിപ്പ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.